എന്റെ നിഗമനം ശരിയാണെങ്കിൽ ആദിയുടെയും മായക്കുഞ്ഞിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അവനിരുന്ന് കപ്പലണ്ടി തിന്നുന്നു, മായക്കുഞ്ഞിനെ മറ്റൊരുത്തിന്റെ കൂടെ നടത്തിക്കില്ലല്ലോ. നീ അത് കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. മതിയായ തെളിവുകളില്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ പറ്റുമോ? അതിനൊരു വഴിയുണ്ട്. എന്തു വഴി? അവര് രണ്ടൊരു അഡ്ജസ്റ്റ്മെന്റിലാണെങ്കിലേ ആ അഡ്ജസ്റ്റ്മെന്റ് അവരുടെ മുറിയിലും കാണില്ലേ? അതിന് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? മൊത്തത്തിലൊരു മങ്ങല്, ഒന്നും അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. ഇന്ന് ശരിക്കും നോക്ക്. തുണി ഉണ്ണി തുണി മാറുന്നു. ഞാൻ നോക്കട്ടെ. അങ്ങോട്ട് പോങ്ങോട്ട്. എന്താ ഇവിടെ? ഈ മുറിയിൽ ആവശ്യത്തിന് കാറ്റുണ്ടോ നോക്കിയതാ. പരിശോധനയൊക്കെ പിന്നെ ആവാം. മേലെ ഈ പരിസരത്ത് കണ്ടുവരുത്. പോ. രക്ഷപ്പെട്ടേ. ഏത് നേരത്താണോ ഇങ്ങനത്തെ ഒരു ബുദ്ധി തോന്നിയത്? വല്ലവനെ കെട്ടി ആദ്യ രാത്രി കഴിഞ്ഞ പെണ്ണിന്റെ പിന്നാലെ നടന്നാലേ ഇതല്ല ഇതിന്റെ അപ്പുറവും സംഭവിക്കും. എന്താടാ പറഞ്ഞേ? അതെ, നമുക്കൊരു പുതിയ ഐഡിയ കൊളുത്തി വിട്ടാലോ? മോനെ, ആ പച്ച വിളിച്ച് എപ്പോഴെങ്ങനെ കത്തുവോ? ഞാനല്ലല്ലോ ചേട്ടാ കത്തിക്കുന്നേ. മോനായി വണ്ടി എടുക്കണോ? ഇവനാണല്ലോ ഒന്ന് കടയിൽ വന്ന് പഴത്തിന്റെ വിലയും പറഞ്ഞ് വഴക്കുണ്ടാക്കി പോയത്. ഇവൻ ഇത്ര പെട്ടെന്നൊരു പെണ്ണിനെ വളച്ചു. എന്ത് രസം. വെള്ളമായ ഇങ്ങനെ പോണം. എത്തിയല്ലോ ഇണക്കുരുവികൾ. രണ്ടുപേരുടെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞാ? അതാ ഇനിയും ബാക്കിയുണ്ടോ? അയ്യോ, ഇന്നത്തെ കറക്കം കഴിഞ്ഞല്ലോ. ഇനി നാളെയും പോകുന്നുണ്ട്. ചേട്ടൻ വരണം. ഞാൻ പോകുമ്പോ വിളിക്കാവേ. അയ്യ, അല്ലേ ഇച്ചിരി കൂടുതലാ. ഞാനിടയ്ക്ക് തീർത്ത് കൊടുക്കുന്നുണ്ട്. ചേട്ടൻ വാ. ഞാനിവിടെ നിക്കണോ അതോ? അയ്യോ വേണ്ടേ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും. ഇപ്പൊ പൊയ്ക്കോ. ചുമ്മാ ഇരുന്ന് തിന്നുന്നതിന്റെ കൊഴുപ്പ മറ്റുള്ളവന്റെ നെഞ്ചി കയറുന്ന കള്ള തടിയൻ. അവര് പറഞ്ഞതേ ദേ ഈ കാണുന്ന വീടാണെന്ന്. വളരെ ഉപകാരം. എത്ര കാശായി? മീറ്റർ പ്രകാരം 30. മീറ്ററിനേക്കാ 10 രൂപ കൂടുതൽ തരും. ഓ, കറക്റ്റായിട്ട് ഇവിടെ കൊണ്ട് വിട്ടുവല്ലോ. ഇരിക്കട്ടെ, എന്താ പോട്ടെ. പന്ന കിളവൻ പറ്റിച്ചല്ലോ. അതെ, താൻ ഇവിടെ ഉള്ള ആളാന്നു? അല്ല, ഞാനേ അങ്ങ് ചന്ദ്രനിലുള്ള ആളാ. ഇന്ന് രാവിലെ ഇവിടെ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. എന്ത്? അല്ല മോനായി? ഇതുവരെ മോനായിട്ടില്ല, അതിനുള്ള ശ്രമത്തിലാണ്. അല്ല, എനിക്ക് മോനായിയേ. തനിക്ക് മോനായോ? കൺഗ്രാജുലേഷൻ. ഈ പ്രായത്തിൽ താൻ നേടിയെടുത്തല്ലോ. പിന്നെ മോനോട് എന്റെ ഹാപ്പി ബർത്ത്ഡേ പറയണം. താൻ എന്തൊക്കെ പറയുന്നു? എനിക്ക് മോനായിയേ. തനിക്ക് മോനായി. ഇനി മോനല്ലാതെ മോളാക്കാൻ പറ്റോ? എടോ, താൻ എന്റെ മോനായി. ഫസ്റ്റ് ഇപ്പൊ ഞാൻ നിങ്ങളെ മോനായ. ഞാൻ എന്റെ അച്ഛന്റെ മോനാ. എനിക്കൊരൊറ്റ തന്തേ ഉള്ളൂ. തന്നോട് സംസാരിക്കുന്ന എന്നെ ഇവിടെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെടും. പക്ഷെ വീട്ടിൽ കയറാൻ നോക്കിയാലുണ്ടല്ലോ കള്ളക്കളവ മുട്ടുകാലി ഞാൻ തല്ലി പിടിച്ചു. മോനായി ഒന്ന് കാണട്ടോ. രാവിലെ ഗ്ലോബിന്റെ തലയും കൊണ്ട് ഇറങ്ങിക്കോളൂ. കയറ്റിവിടെ തന്നെ കുഞ്ഞമേരെ വിടാം. കണ്ണു കുത്തി പിടിച്ചാ. അതെ, എങ്ങോട്ടാ? മായക്ക് ചായ കൊടുക്കാൻ. മായക്ക് ചായയോ? ഞാൻ കൊടുത്തോളാം. ഇവള് പ്രശ്നമാവുന്ന ലക്ഷണമാ. കർത്താവേ, എനിക്ക് കൺട്രോൾ തരണേ. ഒന്ന് നിന്നേ. അതെ, വലിയ കൊമേഡിയൻ ആണെന്നായിരിക്കും വിചാരം. അതെന്താ ചേട്ടാ? അല്ല, താഴെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. അത് ചുമ്മാ. എല്ലാം ഞാൻ അറിയുന്നുണ്ട്. കുറച്ചു ദിവസം വെയിറ്റ് ചെയ്, എല്ലാം ശരിയാക്കി തരാം കേട്ടാ. എങ്ങനെയുണ്ട്? അയ്യോ, എന്താ ഇവിടെ ഒരു ബഹളം കേട്ടത്? ഞാൻ ഈ പടികളൊന്ന് എണ്ണി നോക്കിയതാ. കുറെ നാളായി എണ്ണി നോക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ നക്ഷത്രങ്ങൾ എണ്ണേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. പൊക്കോ പൊക്കോ, പണി നടക്കട്ടെ. സ്റ്റംപ് ഒടിഞ്ഞെന്നാ തോന്നുന്നേ. ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമോ? ആരെയാ വിളിക്കുന്നേ? ആദ്യം തന്നെ നാളെ വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇവിടെ ബന്ധുക്കളൊക്കെ വരും. ഇറങ്ങാൻ പ്രയാസം എന്ന് പറഞ്ഞപ്പോ ഫോൺ വെച്ചു. കുട്ടന അങ്ങനെ ചെറിയൊരു കാര്യം മതി, പെട്ടെന്ന് ദേഷ്യം വരും. മായ ചായ കുടി.
എന്താണ് രാവിലെ? നിന്നെ നോക്കി വന്നതാ. അല്ല, രാത്രി നിന്നെ കാണുന്നതിനേക്കാൾ സുന്ദരിയാണല്ലോ പകല് കാണാൻ. തമാശയില്ലടി, കാര്യട്ടാ. നിന്നെ ഇപ്പൊ കാണുമ്പോ ശരിക്കും ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. ഓ, അത് മായയുടെ കല്യാണം കഴിഞ്ഞുണ്ടല്ലേ? മായയുടെ കല്യാണം കഴിഞ്ഞാലില്ലേലും നീ അല്ലേ നമ്മുടെ ആള്. ശരി ശരി, തൽക്കാലം ഒന്ന് മാറ്. ഒന്ന് പോടുന്നു. അയ്യോ, എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഇതൊക്കെ ഞാൻ വീട്ടിലും ചെയ്യുന്ന കാര്യങ്ങൾ. ഇതൊന്നും ചെയ്യണ്ട, ആരെങ്കിലും കണ്ടാലെന്ന് മോശമല്ലേ? ഓ, മോശമാണല്ലേ? എന്നാ പിന്നെ ആരും കാണാത്തപ്പോ വരാം. എഞ്ചിനീയറിംഗ് കോളേജിൽ ഇവൻ ഇതൊക്കെയാണോ പഠിപ്പിക്കുന്നത്? ഇവനെന്താ അടുക്കള കാര്യം? അവൻ അടുക്കളയെ സഹായിക്കായിരുന്നു. ആ, ഇത് തന്നെ ഞാനും പറഞ്ഞത്. എന്ത് അടുക്കള സഹായിക്കുമെന്നോ? ഇവനും എന്റെ പൊന്നോ, എന്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ആദ്യമല്ല. നീ എന്തൊക്കെ ഈ പറയുന്നേ? സത്യം, നഗ്നമായ സത്യം. അതെ, ഇവൻ ആദ്യമല്ല. പിന്നെ ഇവനേതാ? ഇവനേതോ ഫ്ലോറാണ്. എന്തോ തറയാണെന്ന്. മാത്രവുമല്ല, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയാതിരിക്കില്ലേ? പക്ഷെ ഇവനതറിയില്ല. അതിന് നിനക്ക് ഇംഗ്ലീഷ് അറിയാമോ? ഇല്ല, എനിക്കും അറിയില്ല. അതുകൊണ്ടല്ലേ ഇത്ര കൃത്യമായിട്ട് ഞാൻ പറയുന്നത്. എന്റെ കണക്ക് കൂട്ടലുകൾ ശരിയാണെങ്കിൽ ഇവൻ മോനായിയാണ്. മോനായോ? മോനായി. ഈ മോനായിയും ഈ ആദ്യം തമ്മിൽ എന്തോ നിഗൂഢമായ ബന്ധമുണ്ട്. ഇതാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കണ്ടേ? പിടിക്കണം. അതെ, എനിക്കൊരു ന്യൂ ഐഡിയ തോന്നുന്നു. നീ കാര്യം പറ. അതൊക്കെ ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നാൽ നമുക്ക് സത്യങ്ങളെല്ലാം അറിയാൻ പറ്റും. നീ വിചാരിക്കുന്ന പോലെല്ലാം നടക്കണം. അവസാനം പണിയെല്ലാം കൂടി എനിക്കിട്ടാവരുത്. എനിക്കതേ പറയാനുള്ളൂ. ഉണ്ണി നോക്കിക്കോ, അവൻ ആരാണെന്ന് ഞാൻ അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അതെ, കാർ കഴുകുവാണോ? കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്ത്? എനിക്ക് തോന്നി. പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ എന്ന് കരുതി ചോദിച്ചതാ. എന്താ ഇത്? നമ്മളൊക്കെ ഒരു വീട്ടിൽ താമസിക്കുന്നവരായ സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയാ മതിയോ? ഒന്ന് അടുക്കണ്ടേ? എനിക്ക് അടുപ്പൊക്കെ തന്നെയാ. പക്ഷെ നിങ്ങളല്ല അന്യരെ പോലെ പെരുമാറുന്നു. അയ്യോ, അത് ആദ്യം പുതിയ ആളായോണ്ട് തോന്നുന്നതാ. ഇവിടെ ചോദിച്ചാ മതി, എല്ലാം പറഞ്ഞുതരും. നമുക്കൊന്ന് അടുത്താലോ? എന്താ? ഒന്നടുത്താലോ? ഞാൻ റെഡിയാ. സെറ്റപ്പുകളൊക്കെ പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടെ റെഡിയാക്കണം. ഏറ്റല്ലോ? തുടയ്ക്കുമ്പോ നമ്മൾ നല്ല വൃത്തിയായിട്ട് തുടക്കണം. വെള്ളത്തിൽ മുക്കി തൊട. അങ്ങനെ തുടക്കണ ഈ വണ്ടി. ഇയാളിത് എന്തേ കാണിക്കുന്നേ? അച്ഛൻ എങ്ങാനും കണ്ട ആകെ കൊളാവും. നോക്ക്, എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഇനിയും ഉണ്ട് ഐഡിയ. നോക്ക്. ആദി ദോ ഭാര്യ വിളിക്കുന്നു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉണ്ടല്ലോ. പിടി തൊട. ഈ പോക്കത്ര ശരിയല്ല. എന്താ മായ, വിട്. മോന എന്തേ കാണിക്കുന്നേ? എന്ത്? മോന ഇപ്പൊ ഇവിടുത്തെ മരുമകനാ, ജോലിക്കാരനല്ല. എന്താ രണ്ടുപേരും കൂടി രഹസ്യം പറച്ചില്ലേ? ഒന്നുമില്ല അച്ഛാ. വെറുതെ. എന്താ മോനെ, ഇവളും ഇപ്പൊ ഭരണം തുടങ്ങിയോ? അമ്മയുടെ അതേ സ്വഭാവം തന്നെയാ മോക്കും. ഉടനെ എന്നെ പറഞ്ഞോണം. അത് കൊള്ളാം. നീ ഞാൻ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാ മതി. കുഴപ്പമൊന്നുമില്ല. അരങ്ങിട കോപ്പേ. പറ്റില്ല. ഓക്കെ, നീ അവനും കൂടി അവിടെ ബന്ധുക്കളെ കണ്ടോണ്ടിരുന്നു. ഇനി നിന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ വിളിക്കില്ല. എടാ ആദി, നീ ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മറ്റുള്ളവരുടെ മുമ്പില് മായ മോനായി ഭാര്യ ഭർത്തക്കന്മാരാ. അവരെ കാണാൻ പലരും ഇവിടെ വന്നെന്നും ഇരിക്കും. അപ്പോഴേക്കും എനിക്ക് പുറത്തു പോകണമെന്നും പറഞ്ഞ് മായക്ക് ഇറങ്ങി വരാൻ പറ്റുമോ? ദേ, നീ കാര്യങ്ങൾ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് മനസ്സിലാക്ക്. ചുമ്മാ തൊട്ടനെ പിടിച്ചവരൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. എവിടെ ഈ സിലബസ് ഉണ്ടാക്കണോ സാറേ? നിങ്ങളൊക്കെ ഇത് എവിടെയായിരുന്നു? ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അതെ, വക്കീലുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഈ പ്രോബ്ലംസ് എല്ലാം ഒന്ന് തണുത്തതിന് ശേഷം മോനായിയും മായയും കൊണ്ട് ഒപ്പിട്ട് വാങ്ങിയാൽ മതി എന്നാ വക്കീൽ പറയുന്നത്. നമ്മൾ പിന്നീട് പ്രൊസീഡ് ചെയ്യാത്തതുകൊണ്ട് അതിന് വാല്യൂ ഇല്ലാത്രേ. ഇപ്പൊ ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല സാർ. എന്നാ പിന്നെ ഇതിങ്ങനെ ഒരാഴ്ച കൂടെ അങ്ങ് പോട്ടേന്ന് നോക്കിയാം. എടാ ആദി, നീ ഇങ്ങനെ വെറുതെ ആദ്യം പിടിക്കണ്ട. എല്ലാം നമുക്ക് ശരിയാക്കടാ. എന്നാ പിന്നെ ഞാൻ ക്ലാസ്സിലോട്ട് ഇല്ലട്ടെ. എന്ത് പഠിപ്പിക്കുവോ എന്തോ. പിന്നെ വൈകുന്നേരം കുപ്പി എടുത്ത് വെച്ചോ. ശരി.
ശരിയാവടാ വാ